ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആലുവ ശിവരാത്രി മണപ്പുറത്താണ്. അപ്പോൾ നമ്മൾ സന്ധ്യയൊക്കെ ഇപ്പോൾ അവിടെ എത്തി. മസ്റ്റാണല്ലോ നമ്മുടെ സെൽഫി, അതൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതായത് നോർമൽ എല്ലാ വർഷങ്ങളെക്കാളും വളരെ വളരെ തിരക്ക് കുറവാണ്. അതേപോലെ തന്നെ സ്റ്റോളുകളൊക്കെ ഭയങ്കര കുറവാണ്. അതിൻ്റെ റീസൺ പറയുന്നത് എന്തോ ഐ തിങ്ക് ടാക്സിൻ്റെ കേസും അങ്ങനെയൊക്കെ പലരും പല റീസൺസ് ഉണ്ട്. ആക്ച്വൽ റീസൺ നമുക്ക് അറിയില്ല. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെറുതെ കറങ്ങി അധികം കുറേ ഷോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ കടകളൊക്കെ കുറവായിരുന്നു. പിന്നെ നമ്മളത് ഗോസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അത്യാവശ്യം നല്ല പേടി ഉണ്ടായി. കയറിയപ്പോൾ പേടിച്ചതിനേക്കാളും നന്നായിട്ട് നമ്മൾ ഇതിൽ കയറിയപ്പോൾ പേടിച്ചു എന്നുള്ളതാണ് വേറൊരു സത്യം എന്ന് പറയുന്നത്. നമ്മൾ 4 പേരും, ഞാനും ചേച്ചി അമ്മ ഒക്കെ കൂടെ ടിക്കറ്റൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കയറാനായിട്ട്. അതിൻ്റെ ഫ്രണ്ടിൽ അനൗൺസ്മെൻ്റ് ഒക്കെ ഇട്ടിട്ട് എന്താകും എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ നമ്മൾ വീഡിയോ നമ്മൾ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണണം. ഞാൻ ആക്ച്വലി കയറുന്നില്ല വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീൻസാണ് നിങ്ങൾ ഈ കാണുന്നത്. പക്ഷെ അവരെന്നെ പുറത്തേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ സീൻസ്. അതിനുള്ള സീൻസ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ പോകാനുണ്ടെങ്കിൽ അതൊരു വലിയ ട്വിസ്റ്റായിരിക്കും. ജസ്റ്റ് കാണുമ്പോൾ ഇതിൽ നമുക്ക് ജസ്റ്റ് സ്കെൽറ്റൻസ് ഒക്കെ കാണാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ അതിൻ്റെ ഓരോ മൂലയ്ക്കും വേറൊരു സർപ്രൈസ് സാധനങ്ങളുണ്ട്. ഞങ്ങൾ ആദ്യമൊക്കെ കുറേ ഒച്ചയെടുത്ത് വെറുതെ നമ്മൾ ജസ്റ്റ് എൻജോയ്മെൻറ്റൊക്കെ വേണ്ടിയിട്ടായിരുന്നു ആദ്യം സൗണ്ട് ഉണ്ടാക്കി തുടങ്ങിയത്. പക്ഷേ പിന്നെ നന്നായിട്ട് പേടിച്ചു. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടന്നാൽ മതിയെന്ന് മാത്രമായിരുന്നു ചിന്ത. ഇച്ചിരി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് ചെന്ന് ഇനി നോക്കിയപ്പോൾ ഇതാ ഉള്ളിലേക്ക് കുറേ ഉണ്ട്. ഓരോ മൂലയ്ക്കും ചെന്ന് കഴിയുമ്പോൾ നമുക്ക് തരുന്ന സർപ്രൈസുകൾ വളരെ വളരെ സൂപ്പറായിരുന്നു ഗൈസ്. നിങ്ങൾ പോയി ഒന്ന് എൻജോയ് ചെയ്യണം. ഇതിലൊക്കെ ഒറ്റയ്ക്ക് കയറുന്ന ആൾ നമുക്ക് എന്താ പറയുക, ധീരതയ്ക്കുള്ള അവാർഡൊക്കെ കൊടുക്കാൻ വേണമെങ്കിൽ ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോ. അത്രയ്ക്കും ധൈര്യമുള്ള ആൾക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് കയറാൻ പറ്റുള്ളൂ. അതാ നമ്മളിങ്ങനെ പേടിച്ച് ഒച്ചയ്ക്ക് എടുത്ത് നമ്മൾ 4 പേരും കൈയൊക്കെ പിടിച്ചിട്ടാണ് കയറിയത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അറ്റ് എ ടൈം ഒരു ഗ്രൂപ്പിനെ ഇവർ കയറ്റി വരുള്ളൂ. അതെന്തുകൊണ്ടും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇരുട്ടാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ എത്ര പേരാണ്, 2 പേരാണെങ്കിൽ 2 പേരെ മാത്രം കയറ്റുള്ളൂ. ഇപ്പോൾ 10 പേരാണെങ്കിൽ 10 പേര് ഒരുമിച്ച് കയറ്റും. നമ്മുടെ ഒപ്പമുള്ളവർ മാത്രമേ നമ്മുടെ കൂടെ ഇവർ അറ്റ് എ ടൈം അലൗ ചെയ്യുള്ളൂ. അവസാനം ഓടി വെട്ടം കണ്ടപ്പോൾ ഏതാണ്ട് സ്വർഗം കിട്ടിയുള്ളൊരവസ്ഥയായിരുന്നു. പിന്നെ പുറത്തിറങ്ങിയിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഗൈസ്. ചിരിക്കണോ കരയണോ എന്താ അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ പാനിപ്പൂരി കടയിലേക്ക് പോയേക്കുന്നത്. ആക്ച്വലി എല്ലാ വർഷവും കുറേ ഷോപ്സ് ഉണ്ടാകും, പക്ഷേ ഇന്ന് നല്ലൊരു ഷോപ്പ് ഉടനെ കണ്ടുള്ളൂ. അവിടെ നിന്ന് അത്യാവശ്യം പാനിപ്പൂരി, ബടാപ്പാവ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് ട്രൈ ചെയ്തു. പിന്നെ നമ്മുടെ മാൻഡേറ്ററി സെൽഫീസൊക്കെ എടുത്തു. അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്തു. പിന്നെ പോരുന്ന വഴി സ്കാൻഡിയിലൊന്ന് കയറി. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് സ്കാൻഡി കഴിക്കുന്നത്. സൂപ്പറായിരുന്നു. താങ്ക് യു.